മാർക്കോസ് എഴുതിയ വിശുദ്ധ സുവിശേഷത്തിൽ നിന്ന്. അവൻ ഗ്രാമപ്രദേശങ്ങളിൽ ചുറ്റി സഞ്ചരിച്ച് പഠിപ്പിച്ചുകൊണ്ടിരുന്നു. അവൻ തന്റെ 12 പേരെ അടുത്ത് വിളിച്ച് 2 പേരെ വീതം അയക്കാൻ തുടങ്ങി. അശുദ്ധാത്മാക്കളുടെ മേൽ അവർക്ക് അധികാരവും കൊടുത്തു. അവൻ കൽപ്പിച്ചു, യാത്രയ്ക്ക് വടിയല്ലാതെ മറ്റൊന്നും, അപ്പമോ സഞ്ചിയോ അരപ്പട്ടയും പണമോ കരുതരുത്. ചെരുപ്പ് ധരിക്കാം, 2 ഉടുപ്പുകൾ ധരിക്കരുത്. അവൻ തുടർന്നു, നിങ്ങൾ ഏതെങ്കിലും സ്ഥലത്ത് ഒരു വീട്ടിൽ പ്രവേശിച്ചാൽ അവിടം വിട്ടു പോകുന്നതുവരെ ആ വീട്ടിൽ താമസിക്കുവിൻ. എവിടെയെങ്കിലും ജനങ്ങൾ നിങ്ങളെ സ്വീകരിക്കാതിരിക്കുകയോ നിങ്ങളുടെ വാക്കുകൾ ശ്രവിക്കാതിരിക്കുകയോ ചെയ്താൽ അവിടെ നിന്ന് പുറപ്പെടുമ്പോൾ അവർക്ക് സാക്ഷ്യത്തിനായി നിങ്ങളുടെ കാലിലെ പൊടി തട്ടിക്കളയുവിൻ. ശിഷ്യന്മാർ പുറപ്പെട്ട് ജനങ്ങളോട് അനുതപിക്കണമെന്ന് പ്രസംഗിച്ചു. അനേകം പിശാചുക്കളെ പുറത്താക്കി, അനേകം രോഗികളെ തൈലം പൂശി സുഖപ്പെടുത്തി. ക്രിസ്തുവിൽ എനിക്ക് ഇത്രയും സ്നേഹം നിറഞ്ഞ മാതാപിതാക്കളെ, സഹോദരങ്ങളെ, ഞാനിന്ന് ഇവിടെ നിങ്ങളുടെ മുമ്പിൽ പറയാൻ പോകുന്നത് വിശുദ്ധ മാർക്കോസ് എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 7 മുതൽ 13 വരെയുള്ള വാക്യങ്ങളെ കുറിച്ചാണ്. ഈ അധ്യായത്തിൽ പ്രതിപാദിക്കുന്നത് യേശു തന്റെ ശിഷ്യന്മാരെ അയക്കുന്നതിനെ കുറിച്ചാണ്. ക്രിസ്തു ശിഷ്യൻ എപ്പോഴും അയക്കപ്പെടേണ്ടവനാണെന്ന ഒരു വലിയ സന്ദേശം ഈ ഭാഗത്തിലൂടെ യേശുനാഥൻ നമുക്ക് നൽകുകയാണ്. ക്രിസ്തു തന്റെ പഠനത്തിലൂടെയും പ്രബോധനങ്ങളിലൂടെയും തന്റെ ശിഷ്യന്മാരെ ബോധ്യപ്പെടുത്തുന്നവ തന്റെ ജനത്തിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി അവരെ അയക്കുന്ന സംഭവമാണ് നാം ഈ ഭാഗത്തിൽ വായിക്കുന്നത്. കൂടാതെ ക്രിസ്തു ശിഷ്യൻ യാത്ര പുറപ്പെടുമ്പോൾ, അവനെ അയക്കപ്പെടുമ്പോൾ അവൻ എന്തെല്ലാം കരുതണം എന്ന് യേശു അവരോട് പറയുന്നു. നിങ്ങൾ പോകുന്ന വഴികളിൽ സഞ്ചിയോ ഭാണ്ഡമോ വസ്ത്രങ്ങളോ പൈസയോ ഒന്നും കൊണ്ടുപോകാൻ പാടില്ല. പകരം നിങ്ങൾ ചെരുപ്പ് ധരിക്കുക. ചെരുപ്പ് എന്ന് പറയുന്നത് സംരക്ഷണത്തിന്റെ അടയാളമാണ്. വടി കരുതാൻ പറയുന്നു. വടി എന്ന് പറയുന്നത് തളർന്നു പോകാതെ ഒരുവനെ യാത്ര ചെയ്യാൻ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സഹായഹസ്തമായിട്ടാണ് ബൈബിൾ നമ്മോട് പറയപ്പെടുന്നത്. അതോടൊപ്പം യേശു 2 പേരെ വീതമാണ് യാത്രയ്ക്ക് തിരഞ്ഞെടുക്കുന്നത്. അതിലൂടെ യേശു ലോകത്തെ പഠിപ്പിക്കുന്നു, 2 പേരൊന്നിച്ച് യാത്ര ചെയ്യുക എന്ന് പറഞ്ഞാൽ സാക്ഷ്യം വഹിക്കുക എന്നതാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. തന്റെ യാത്രകളിൽ ക്രിസ്തുവിന്റെ പ്രബോധനം നടത്തുന്ന സമയത്ത് ക്രിസ്തു ശിഷ്യൻ ഒരിക്കലും തളരാൻ പാടില്ല. അവന് വേണ്ടതെല്ലാം ദൈവം നൽകും എന്നൊരു സന്ദേശവും ഈ വചനഭാഗത്തിൽ യേശുനാഥൻ നമുക്ക് നൽകുന്നുണ്ട്. നിങ്ങൾ എവിടെയാണോ ചെന്ന് എത്തുന്നത് അവിടുത്തെ ഭവനത്തിൽ നിങ്ങൾ വസിക്കുക. നിങ്ങൾക്ക് വേണ്ടുന്നതെല്ലാം അവർ നൽകും എന്നൊരു പ്രത്യാശയും ശിഷ്യന്മാർക്ക് നൽകുന്നുണ്ട്. അതോടൊപ്പം മറ്റൊരു ഉപദേശവും നൽകുന്നുണ്ട്. നിങ്ങൾ എവിടെ എത്തുമ്പോഴാണോ നിങ്ങൾ സ്വീകരിക്കപ്പെടാതിരിക്കുന്നത് അവരുടെ മുമ്പിൽ നിന്ന് നിങ്ങൾ ചെരുപ്പിലെ പൊടി പോലും തട്ടിക്കളഞ്ഞ് അവിടെ നിന്ന് മുന്നോട്ട് പോകുന്നതിന് വേണ്ടി യേശുനാഥൻ തന്റെ ശിഷ്യന്മാരോട് ആഹ്വാനം ചെയ്യുന്നുണ്ട്. സ്നേഹിതരെ, ദൈവവചനം പഠിക്കുമ്പോൾ യേശുനാഥൻ നമ്മളെ പഠിപ്പിച്ച വചനം നമ്മൾ ഹൃദയസ്ഥമാക്കുന്നതിനോടൊപ്പം അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കേണ്ടതാണ് എന്ന് ക്രിസ്തു ശിഷ്യന്മാർ നമുക്ക് കാണിച്ചു തരുന്നു. ഈ പ്രബോധന അധികാരം, യേശു നൽകുന്ന പ്രബോധന അധികാരം നമുക്ക് ഓരോ ക്രൈസ്തവനും മറ്റുള്ളവർക്ക് ക്രിസ്തുവിനെ പകർന്നു കൊടുക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കാം. ക്രിസ്തു ശിഷ്യൻ പോകുന്ന സ്ഥലങ്ങളിലെല്ലാം തന്റെ സഹോദരങ്ങളെ ക്രിസ്തുവിന്റെ വചനം പഠിപ്പിക്കുകയും അതോടൊപ്പം അവരെ ജ്ഞാനസ്നാനപ്പെടുത്തിയിരുന്നതായിട്ടും നമ്മൾ കാണുന്നുണ്ട്. നാമും ഇന്നിന്റെ അവസ്ഥയിൽ ജീവിക്കുമ്പോൾ നമ്മളെ കൊണ്ടാകുന്ന വിധം നമുക്ക് ക്രിസ്തു ശിഷ്യന്മാരെ പോലെ യേശുവിനെ സാക്ഷ്യം വഹിച്ച് ജീവിക്കാം.
യേശുവിന്റെ പ്രബോധനങ്ങൾ, യേശുവിന്റെ സന്ദേശങ്ങൾ, യേശുവിന്റെ പഠനങ്ങൾ നമ്മുടെ അറിവില്ലാത്ത സഹോദരങ്ങളിലേക്ക് പകർന്നു കൊടുക്കുന്നതിന് വേണ്ടി നമുക്ക് ഈ ദിവസങ്ങളിൽ ആത്മാർത്ഥമായി പരിശ്രമിക്കാം. അപ്പോഴാണ് ക്രിസ്തു ശിഷ്യൻ അയക്കപ്പെടുന്നവരാണുള്ളത്. നമുക്കും ഓരോ നല്ല ക്രിസ്തു ശിഷ്യനായി ജീവിക്കാൻ വേണ്ട അനുഗ്രഹം ഈശ്വരൻ നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ വിചിന്തനം ഇവിടെ അവസാനിപ്പിക്കുന്നു.